ഹലോ. ഞാൻ എയർപോർട്ടിലാണ്. അതെ അതെ, ചന്ദ്രേട്ടൻ വരുന്നുണ്ടെന്ന്. ഞാൻ പിന്നെ വിളിക്കാം. ആ പേടകത്തിൽ വന്നവരൊക്കെ പുറത്തിറങ്ങി. അലിയും വരുന്ന എനിക്ക് തോന്നല്ല. മാധവ, നീ നിന്റെ കരിനാക്ക് വളച്ച് എന്തെങ്കിലും മിണ്ടിയാലുണ്ടല്ലോ. ഞാൻ മിണ്ടിയതല്ല, കാര്യം പറഞ്ഞതാ. നീ കാര്യം പറയണ്ട. എക്സ്ക്യൂസ് മീ, അസ്സലാമു അലൈക്കും. ചന്ദ്രേട്ടന്റെ കുടുംബമല്ലേ? അതെ, കറക്റ്റ്. ഇവനാര്, രജനീകാന്തോ? അപ്പൊ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. ഐ ആം സുലൈമാൻ, കുറ്റിച്ചിറ സുലൈമാൻ. 25 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ നിന്ന് നാടുവിട്ട് മദ്രാസ് ചെന്നൈ വഴി ഞാൻ മുംബൈയിലെത്തി. അവിടെ ഒരുപാട് വർഷം ഞാൻ തെണ്ടിത്തിരിഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ അബുദാബിയിലെത്തി. അവിടെ വെച്ചാണ് വിശാല മനസ്കനും സർവ്വസമ്മതനും സമ്പന്നനും അതിലുപരി ഗൾഫ് മലയാളികളുടെ കണ്ണിലുണ്ണിയുമായ പ്രതാപ് കെ ചന്ദ്രൻ എന്ന പുരമനയിൽ ചന്ദ്രനെ ഞാൻ കണ്ടുമുട്ടിയതും പിന്നീട് കൂട്ടിമുട്ടിയതും. ആ കൂട്ടിമുട്ടലിൽ തുടങ്ങിയ സൗഹൃദം വളർന്നതാ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു ഡേസം ബ്രേക്ക്, ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. ബൈ ദ ബൈ, ഞാൻ വന്നത് വേരന്വേഷിച്ചാ. അതെ, വേര്. എന്ത് പേര്? എന്റെ പേര് കണ്ടിട്ടേ വേര് പോലെയാണല്ലോ ഇരിക്കുന്നത്. പിന്നെ എന്തിനാ പുതിയ പേര് അന്വേഷിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഈ കുടുംബത്തിലെ കോമഡി ആർട്ടിസ്റ്റ് ആണല്ലോ ഇയാള്. അതെ അതെ, കണ്ടറിഞ്ഞൂടെ. ഞാൻ ഉദ്ദേശിച്ചത് തായ്വേര, ഐ മീൻ മൈ ബാപ്പ. താൻ തന്റെ തായ്വേരോ തന്തവേരോ എന്ത് കുന്തം വേണമെങ്കിലും അന്വേഷിച്ചോ. ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ചന്ദ്രനെയാ. അവൻ എവിടെ? അതിപ്പോ ഒറ്റ വാക്കി പറഞ്ഞാല് ഐസ് ഉള്ളപ്പോ പൈസ ഉണ്ടായില്ല, പൈസ ഉള്ളപ്പോ ഐസ് ഉണ്ടായില്ല, ഐസും പൈസ ഉണ്ടായപ്പോ സ്കൂൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞു മതി. ഇവിടെ ഇപ്പൊ ആരോ സ്കൂളിൽ പോണേ? കാര്യം തെളിച്ചു പറയടോ. എന്നാ പറയാം. ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഫ്ലൈറ്റിൽ കയറിയതും ഒരുമിച്ചാണ്. ബട്ട് ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങിയപ്പോ ഞാനൊന്നും ഇറങ്ങിപ്പോയി. ഇനി പുള്ളിക്കാരൻ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോ ആളെ കാണാനില്ല. ടോട്ടലി മിസ്സിംഗ്. എന്റെ ഈശ്വരൻ, ഞാൻ എന്തായി കേക്കണേ? മനുഷ്യനെ വെറുതെ വട്ടുപിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. തെളിച്ച് ഞാൻ പറയാം. ഇവന്റെ ഈ കഞ്ഞിമുക്കിയ സാധനത്തിൽ നിന്നുണ്ടായ കുരുട്ട് ബുദ്ധിയുടെ വാസ്തവം അളിയൻ അവിടെ വെച്ചേ പിടികിട്ടി, അത്ര തന്നെ. ഓ, എന്തായിരുന്നു എല്ലാത്തിന്റെ ആവേശം. അങ്കിളിങ്ങെത്തി അടിച്ചു പൊളിക്കാന്ന്. എന്നിട്ട് പെഞ്ചായി. ഇല്ല, ഈ കോമാളി പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കില്ല. ചന്ദ്രൻ വരൂന്ന് പറഞ്ഞാ അത് ഉറപ്പാ വരും. വരും. എയർപോർട്ടിലല്ല, ആകാശത്ത് വരും. സാക്ഷാൽ പൂർണ്ണചന്ദ്രൻ. ഈ സൂര്യൻ ഒന്ന് അസ്തമിച്ചോട്ടെ. ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഈ അമ്മാവന്, അമ്പിളി അമ്മാവന്. കേട്ടാ, കുഴപ്പമില്ല. എന്ത് പറ്റിയ അളിയ? ചന്ദ്ര. അതെ, ചന്ദ്രൻ. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ പൂർണ്ണചന്ദ്രനല്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ പുരമനയിൽ ചന്ദ്രൻ, പ്രതാപ് കെ ചന്ദ്രൻ. യെസ്. ഹാവു, ഇയാളുടെ വർത്താനം കേട്ടപ്പോ വിളിക്കാത്ത ദൈവങ്ങളില്ല. അതൊക്കെ ഇവന്റെ ഓരോ നമ്പറുകളല്ലേ അമ്മാവ. സസ്പെൻസ് പിടിച്ച് ത്രില്ലടിപ്പിക്കുക, അതാ അവന്റെ സ്റ്റൈൽ. ഇറ്റ്സ് മൈ പോളിസി. അല്ല, അമ്മ ഏത് ഹോസ്പിറ്റലാ? അല്ല, അതിപ്പോ ഏത് ആശുപത്രിയിലാണെന്ന് ചോദിച്ചാ ഇപ്പം വീട്ടിലാ അല്ലേ അമ്മാവ? എന്നാ വണ്ടി നേരെ വീട്ടിലോട്ട് വിട്. മോളെ അങ്ങ് പോടോ. അല്ല, ഇതെന്ത് പറ്റി? നമ്മുടെ വരവ് പ്രമാണിച്ച് സ്കൂളിന് അവധിയാ. അളിയൻ പറഞ്ഞപ്പോ പിന്നെ അപ്പുറം ഒന്നും ആലോചിച്ചില്ല. അങ്ങനെ ചൊങ്കനായി വരണ്ടേ, അപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഉഷാറാവും. ബാക്കി ഉഷാറൊക്കെ സന്ധ്യക്ക് ശേഷം. അകത്തൊരാളെ അത്യാവശ്യമായി സന്തോഷിപ്പിക്കാനുണ്ട്. ഇരിക്കണം ആശാനെ. സുഖമില്ലാണ്ട് എന്തിനാ ആശാൻ ഇങ്ങോട്ട് വന്ന്? വരുന്നു എന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാനൊരു കൊതി. ടീച്ചറെ, ആശ നേരത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടോ? എന്റെ കയ്യിന്ന് വിടാൻ, എന്റെ കുട്ടിയെ ഞാനൊന്ന് കണ്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ അമ്മേ. വന്ന പാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാലേ ഇന്നലെ പറഞ്ഞ കള്ളത്തരം കംപ്ലീറ്റ് പൊളിയും. അതുകൊണ്ടാ. എടാ, അവനിക്ക് വന്നില്ലേ? ഓ അമ്മായി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഈ അമ്മ കംപ്ലീറ്റ് കുളവാക്കും. അതോടെ വന്നയാള് വന്ന വഴിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ എന്റെ കുട്ടി പോയേന്നും പറഞ്ഞ് കണ്ണീര് ഒഴിക്കിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാ. ഇനി എന്തിനാ പാവത്തിനെ വിഷമിപ്പിക്കുന്നത്? തുനി ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. വരുന്നുണ്ട്. കിടക്ക് കിടക്ക്. ഈശ്വര, ഇപ്പൊ വലിയ കുഴപ്പമില്ല. എന്നാലും ആ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല അല്ലേ അമ്മായിയെ? ക്ഷീണമൊക്കെ ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. അതിനു വേണ്ടിയല്ലേ ഈ കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്നു വന്നത്. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? നേരത്തിന് മരുന്ന് കഴിച്ചില്ല അല്ലേ? അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഒരു ദിവസം ആശുപത്രി പോയി കിടക്കേണ്ടി വന്നില്ല എന്റെ കുട്ടിക്ക്?
ഈശ്വര, എനിക്ക് എന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാനൊന്നും വയ്യ. ആ. അമ്മ ആശുപത്രിയിലൊന്നും കിടന്നില്ലടാ. അല്ലേട്ടാ ഈ ആശുപത്രി നിന്നോട് ചോദിച്ചില്ല. ശരിയാ. എന്താ പറഞ്ഞ? ആശുപത്രി കിടന്നിട്ടില്ലെന്നോ? അല്ല, അത് എന്റെ കുട്ടിയെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല. അല്ലാതെ വിളിച്ചാ നീ വരില്ലാന്ന് തോന്നി. അതിന് കള്ളം പറയാ? അങ്ങനെ എല്ലാരും കൂടെ കള്ളം പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അങ്ങനെ എല്ലാരും ഒന്ന് ഒറ്റയടിക്ക് പറയാതളിയ. ഇക്കാര്യത്തിൽ ഈ അളിയൻ മനാത്തുടി മാധവൻ നിരപരാധിയ. ഇവരെല്ലാവരും കൂടി ചേർന്ന ഈ പൊറാട്ട നാടകം ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോഴേ ഞാൻ കയ്യും കാലും പിടിച്ച് പറഞ്ഞതാ, അരുത്, ചെയ്യരുത്, ഈ അളിയനോട് ചെയ്യരുതെന്ന്. പക്ഷെ എന്റെ വാക്കിനെ കാറ്റിൽ പറത്തി ഇവന്മാരെല്ലാവരും കൂടി അളിയനെ ഇങ്ങോട്ട് പറത്തി. ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ ദാ ഈ കതറിട്ട കന്നാലിയ. ആണോ? അല്ല നീയാണോ? അല്ലേട്ടാ, അത് ഈ അമ്മാവനൊക്കെ പറഞ്ഞപ്പോ. എന്താ അമ്മാവ ഇത്? ഹേ, ആ. ചോദിച്ചത് കേട്ടില്ലേ? എന്താന്ന്? ഹേയ്, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഇനി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ തഹസിൽദാരുടെ മരുമോൻ അറ്റാക്ക് ആയിട്ട് ആശുപത്രി കിടക്കാത്രേ. ഞാൻ അത്രയുടെ വരെ പോയിട്ട് ദേ വരുന്നു. എന്താ പേര്? തഹസിൽദാരുടെ ആ, നിന്റെ അച്ഛന്റെ. അച്ഛന്റെ എന്താ അമ്മേ? ചോദിച്ച കേട്ടില്ലേ? എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ കാര്യം പറയൂ. മറ്റാരുമല്ലല്ലോ, നമ്മുടെ ചന്ദ്രേട്ടനല്ലേ. ഇനി അമ്മക്കല്ല ഇവിടെ കൂടിയിരിക്കുന്ന മറ്റാർക്കെങ്കിലുമാണ് BP കൂടിയതെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആ ചേച്ചിക്കാണോ? എടാ കോട്ടിട്ട വേരെ, ഈ ചേച്ചിയുടെ BP ട്രീറ്റ് ചെയ്യാൻ അളിയനുണ്ട്. ആ. തൽക്കാലം അനിയൻ അതിൽ ഇടപെടണ്ട. മല്ലി, ഇവന്റെ പ്രശ്നം വേരല്ല, ഞരമ്പ. ഞെട്ടിയല്ലേ? ആ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അളിയൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആരും പറഞ്ഞില്ല. ആരെങ്കിലും ഒന്ന് പറ. ഉത്തരം ഞാൻ പറയാം. ആ. കള്ളം പറഞ്ഞ് വല്യച്ഛനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നറിയോ? എന്തിനാ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വല്യച്ഛന്റെ കല്യാണം കൂടാനാ. വല്യച്ഛന്റെ കല്യാണം കൂടാനോ? പൊന്നമ്പിളി പറഞ്ഞത് തന്നെയാ കാര്യം. അതിനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നേരെ ചൊവ്വേ പറഞ്ഞ നീ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞൊഴിയും. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കള്ളം. എടാ, നിനക്കറിയോ, ഈ വീട്ടിലുള്ള ചെറുതിനായാലും വലുതിനായാലും അവരുടെ ഒക്കെ ഉള്ളിലുള്ള പ്രാർത്ഥന നിനക്കൊരു കുടുംബം ഉണ്ടായി കാണാനാ. എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നീ. പക്ഷേ അവസാനം നിനക്കൊന്നും ബാക്കിയില്ലാണ്ടായ അത് സഹിക്കാൻ മാത്രമുള്ള ഒരു മനസ്സ് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? സ്നേഹിക്കാനല്ലേ എന്റെ കുട്ടി എല്ലാരെയും പഠിപ്പിച്ചിട്ടുള്ളൂ. അരുതെന്ന് പറയരുത് എന്റെ കുട്ടി. ചന്ദ്ര, നല്ല തറവാടിത്തോ അന്തസ്സുള്ളൊരു കുട്ടിയെ ഞാൻ നിനക്ക് കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടിട്ട് ഇഷ്ടായാ മാത്രം മതി. മതിന്ന്. അമ്മയുടെ മോൻ പറ്റില്ല എന്ന് പറയരുത്. ഇനി അതല്ല വേണ്ടെന്നാണ് ഭാവമെങ്കിൽ എന്നോട് പറയണ്ട. വാ. വേണ്ടെങ്കിൽ അച്ഛനോട് പറ. എന്റെ കുട്ടിയൊന്നും പറഞ്ഞില്ല. അരുതെന്ന് പറയല്ലേടാ. കേട്ടില്ലേടാ സുലൈമാനെ? ഈ 41കാരൻ പുരമനയിൽ ചന്ദ്രന് കല്യാണം. ആഹാ, അത് ശരി. അപ്പൊ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഈ നാടകം കളിച്ചത്. ഏതായാലും അളിയൻ സമ്മതിച്ചല്ലോ, അത് മതി. ബാക്കി കാര്യം മാങ്ങാത്തൊലി മാധവൻ മനാത്തൊലി മാധവൻ ഏറ്റിരിക്കുന്നു. ഏൽക്കാൻ അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ അളിയ? പ്ലീസ് അളിയ, ഓക്കെ പറ അളിയ. ഇല്ല, അവൻ പറയില്ല. കണ്ണടയുന്ന കാലം വരെ ഇതിന്റെ പേര് കണ്ണീര് കുടിക്കാന് എന്റെ യോഗം. കണ്ണീര് കുടിക്കാൻ ആരാ പറഞ്ഞത്? വേണ്ട. എല്ലാവരുടെയും സന്തോഷ വേണ്ട ചന്ദ്രന്. എല്ലാവരുടെയും ആഗ്രഹം അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേ അമ്മാവ? പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. എല്ലാത്തിനും ഒരു വൃത്തിയും വെടിപ്പും വേണം. അപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാകൂ, അല്ലേ പൊന്നമ്പിളി?